ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമിക്കുട്ടിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഉറക്കം വരാൻ തുടങ്ങി. അവൾ യാത്ര ചെയ്യുന്നത് എപ്പോഴും ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, സുധിയുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിനാ അവിടെ നിന്ന് അധികം വീഡിയോ എടുത്തിട്ടില്ല. ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ പാളയത്തേക്കാണ്. അവിടെ നമ്മുടെ ടാറ്റൂ പാർലർ ഉണ്ട്, വെരിയേഴ്സ് ടാറ്റൂ പാർലർ. അപ്പോൾ അത് നടത്തുന്നത് ഒരു കസിനാണ് കേട്ടോ. അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ടാറ്റൂ അടിച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫില്ലിംഗ് ഒക്കെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയുണ്ട്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഫീലാട്ടോ എനിക്കുണ്ടായത്. ഫുൾ ആൻറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം പോകുന്നത് അറിയുന്നേ ഇല്ല. അപ്പോൾ അവിടെ കുറേ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ ആമിക്കുട്ടിക്ക് ഇയാളെ ഭയങ്കര പേടിയാട്ടോ. സുമിത്ത് മാമനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കുട്ടി വന്ന ഉടനെ തന്നെ ആ സോഫയിൽ കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അനങ്ങിയിട്ടില്ല. അങ്ങനെ ഇവിടെ എൻ്റെ ടാറ്റുവിൻ്റെ വർക്ക് തുടങ്ങിയിട്ടോ, റീടച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് അന്ന് ഫില്ല് ചെയ്തപ്പോൾ കുറച്ച് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഫില്ലിംഗ് ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു. സോ അത് നന്നായിട്ട് ഹീലായതിന് ശേഷം വേണം അടുത്ത സെറ്റ് ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് അടുത്ത സെറ്റിന് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കടും കളറിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പെയിനുണ്ട്. പക്ഷെ ഇത് നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യമല്ലേ, അത് നല്ല വൃത്തി തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വേദന സഹിച്ച് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊരു ചുവന്ന ഷെയ്ഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രുദ്രാക്ഷത്തിൻ്റെ ഒരു ത്രെഡ് വരുന്ന ത്രെഡ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ഇതിന് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ റീടച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ നേരത്തെ സുധി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് വേറെ എന്തൊക്കെയോ വർക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വണ്ടിയുടെ ഷോറൂമിലൊന്ന് പോയിട്ട് ജാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയ ജാക്കറ്റ് വാങ്ങാണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല ഞാനൊരു ശിവ ഭക്തയാണ്. സോ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇവിടെ അത് ആമിക്കുട്ടി പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. ആൾക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ത് എന്ത് ചോദിച്ചാലും അവളിങ്ങനെ ഭയങ്കര പേടിച്ചിട്ടുള്ള ഒരു റിയാക്ഷനാണ് കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ആൾ കാശി പോയപ്പോൾ, അതായത് വാരണാസി കുംഭമേളയ്ക്ക് പോയപ്പോൾ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിലായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എടുത്തിട്ടും മതിയാവുന്നില്ല. പിന്നെ ഞാൻ അതൊന്നൊന്ന് ചൂണ്ടിയിട്ടുണ്ട് കേട്ടോ. ആളെടുത്ത് തരുന്ന മാല ഞാൻ വാങ്ങിയിട്ടാണ് വന്നത്. ആളെടുത്ത് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്, എനിക്ക് എന്തെങ്കിലും വേണം കാശിയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന്. അങ്ങനെ ഇതാ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് എങ്ങനെ തട്ടിക്കൊട്ടി വൃത്തിയാക്കുക എന്നുള്ളൊരു ചോദ്യം കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇതാ അവിടെ പണ്ടത്തെ ഫോൺ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ, റേഡിയോ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങുന്നതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താണെങ്കിലും കൊള്ളാം. ഒരു ടാറ്റു അടിക്കാൻ പോയാലും നമുക്ക് ബോറടിക്കാതെ ഒരുപാട് നേരം അവിടെ നിൽക്കാനുള്ളൊരു സംഭവമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആമിക്കുട്ടിയാണെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ കുറച്ച് നേരം ഞെക്കി നോക്കുന്നുണ്ട്. ഞാൻ ഞെക്കുന്നത് കണ്ടിട്ടാണ് അവൾ ഞെക്കാൻ തുടങ്ങിയത്. പിന്നെ അവൾ നിർത്തുന്നില്ല, അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാ ഞാൻ പറഞ്ഞ റേഡിയോ, ക്ലോക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്, കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കൊരു ആൻറ്റി കളക്ഷൻ എന്നൊന്നും പറഞ്ഞാൽ പോലെ അതിക്കും മേലെ. സോ ഒരുപാട് നല്ലൊരു ടൈം അവിടെ കിട്ടി. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ പീസ് ഓഫ് മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ ആമിക്കുട്ടി നിൽക്കുന്നത് ഞാനൊരു വീഡിയോ വേറെ എടുത്തതാട്ടോ. നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സുധി വന്നാൽ നമ്മൾ തിരിച്ചു പോകും. കോഴിക്കോട് തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ ആമി വണ്ടി കയറിയാൽ ഉടനെ ആമി ഉറങ്ങും. അത് അവൾക്കൊരു ശീലമായ കാര്യമാണ്. അപ്പോൾ സുധി വന്നിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ ഇവിടുന്ന്. ആമിക്കുട്ടി പിന്നെ കഥയൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ. ഇപ്പോൾ അവളൊന്ന് കുറച്ച് ഫ്രീ ആയി. അവൻ അവളുടെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കോ, സോഫയിൽ നിന്ന് ഇറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ചൊന്ന് റിലാക്സായി. അങ്ങനെ സുധി വന്നിട്ട് നമ്മൾ റിട്ടേൺ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാളയത്താണ്. ഇതാ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ബീച്ചിലേക്ക് പോകണം എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടായിട്ട് വന്നപ്പോൾ അവിടുത്തെ ആ വെയിൽ കണ്ടിട്ട് ഞാൻ ഇനി ഇറങ്ങണ്ട, ഈ വെയിലത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഈ വെയിലത്ത് മോളെയും കൊണ്ട് ഇറങ്ങിയാൽ നമുക്ക് പണി കിട്ടും, വയ്യാണ്ടാവും. അങ്ങനെ പോകുന്ന പോക്കിൽ നമ്മൾ പരപ്പനങ്ങാടി ചപ്പാത്തി കമ്പനിയിൽ നിന്ന് ഇതാ അൽഫാമും കുബൂസൊക്കെ കഴിച്ചു. ആമിക്കുട്ടി ഇതാ ഉറങ്ങി നീറ്റിരിക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിക്കുകയാണ്. ശേഷം നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കോഴിക്കോട് പോയി വന്നൊരു വ്ളോഗാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യട്ടോ. വീഡിയോയുടെ കുറ്റവും കുറവും ഒക്കെ പറയാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു. ടാറ്റാ.